Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ആ ഒരു ഭാഗം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. Yes, ma'am. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ആദ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്. നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പോസ്റ്റ് കോം ഈ ഒരു വേർഡിൽ നിന്നും പി എന്തിനെ സൂചിപ്പിക്കുന്നു? അത് കുറച്ച് വേർഡ്സിന്റെ നമ്മളിപ്പോ ഷോർട്ട് ഫോം ആക്കി എഴുതില്ലേ, ഓരോ വേർഡ്സിന്റെയും ഷോർട്ട് ഫോം ആക്കി എഴുതില്ലേ, അതുപോലെ ഒരു ഷോർട്ട് ഫോം ആണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത്. അതിൽ പി എന്ന് പറയുന്നത് പ്ലാനിങ്, ഒ എന്ന് പറയുന്നത് ഓർഗനൈസിങ്, എസ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ്, ഡി എന്ന് പറയുന്നത് ഡയറക്ടിങ്, സി ഒ എന്ന് പറയുന്നത് കോപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റിംഗ്, ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താ കോർഡിനേറ്റിംഗ്, ആൻഡ് ആർ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ്, ആൻഡ് ബി എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ്. അപ്പൊ അതിന്റെയൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന വേർഡ് തരും. അതിൽ പി എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബി എന്തിനെ സൂചിപ്പിക്കുന്നു, ആർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ അറിയണം. അത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അതല്ലാതെ ചോദിക്കാവുന്നത് ഇപ്പൊ പ്ലാനിങ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ activities needed to gain a desired goal. ഏത് പ്രോസസ് ആണ് എന്ന് ചോദിക്കാം. പ്ലാനിങ് ആണ് അതിന്റെ ആൻസർ വരെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഭാഗമാണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാവുന്ന ഒരു ഭാഗവും കൂടിയാണ്. നോക്കാം നമുക്ക് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് കോർപ്പ് അല്ലെ. അതിൽ പി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ പ്ലാനിങ്ങോട് കൂടിയാണ് എന്തൊരു കാര്യവും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം, ഇവിടെ പറയുന്ന ലക്ഷ്യം നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നല്ലൊരു സർവീസ് നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഹോസ്പിറ്റൽ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു ടൂറ് പോവാനായിട്ട് പ്ലാൻ ചെയ്തു. ആ ഒരു ടൂറ് പോവാൻ പ്ലാൻ ചെയ്യുമ്പോ നമ്മൾ എവിടെ പോകണം അല്ലെ, ആരെയും കൊണ്ടുപോകണം, എങ്ങനെ വേണം പോവാൻ, എന്ന് പോവണം എന്നുള്ള കുറെ കാര്യങ്ങൾ, അതിനുള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിങ് ചെയ്യും അല്ലെ, ചിന്തിക്കും അതിനെ കുറിച്ച്. അതല്ലേ പ്ലാനിങ് എന്ന് പറയുന്നേ. നമ്മൾ ചിന്തിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കും അല്ലെ, ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് needed to gain a desired goal. ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് ആവശ്യമായി വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഒരു ചിന്ത, തിങ്കിങ്ങിനെ ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മൾ ടൂർ പോകാനാണ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ചിന്തിക്കും. എന്തൊക്കെ കാര്യങ്ങള് അത് ആ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലെ. ഇനി അല്ല, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ എന്താ, ഒരു നല്ല സർവീസ് നമ്മൾ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ, ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണമെങ്കിൽ
എങ്കിൽ അതാണ് നമ്മുടെ ആഗ്രഹിച്ച ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. Then it is the first and foremost activity to attain desired result. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു ഫലം നേടിയെടുക്കുന്നതിനായിട്ട് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ റിസൾട്ട്, ഫലം എന്ന് പറയുന്നത് മികച്ചതായിരിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നല്ലൊരു ലക്ഷ്യം, നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യം നേടുക, അതിന് നല്ലൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കുക, അതിനു വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ക്ലിയർ ആയോ പ്ലാനിങ് എന്താണെന്നുള്ളത്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക, തിങ്കിങ് ചെയ്യുകയാണ്. ഏതാണോ നമ്മുടെ ലക്ഷ്യം, എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണം, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്താണ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പ്രധാനമായത് അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായത് കേട്ടാ. അതിന്റെ ആ ഒരു സുപ്രധാനമായതും അതുപോലെ ആദ്യത്തേതും അല്ലെ, നമ്മൾ ഏതൊരു ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യലേ ചെയ്യാം. ഫസ്റ്റ് ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതുമുള്ള ഒരു പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഓർഗനൈസിങ്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാല്? സംഘടിപ്പിക്കുക അല്ലെ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക. എന്തൊക്കെയാണ് നോക്കി? ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating and allocating a firm's resources in order to execute its plans. എന്താണ്? നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു ആസൂത്രണം നടത്തി ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. ഇനി ആ ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം. അതിന് വേണ്ട സാധനങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ ടൂർ പോകുന്ന കേസ് തന്നെ നിങ്ങൾ ഒന്നെടുത്ത് നോക്കി. അത് നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മളൊരു ലക്ഷ്യം വെച്ചു, നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിച്ചു. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ചിന്തിച്ചു കഴിഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെ. അവിടേക്ക് പോവാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വാഹനം ബുക്ക് ചെയ്യണം, ഡ്രൈവർ വേണം അല്ലെ. അതിൽ ആരൊക്കെ കൊണ്ടുപോകാം? ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ആരൊക്കെ വരുന്നുണ്ട് എന്ന് തീരുമാനിക്കണം, എവിടേക്ക് അതിനുള്ളിൽ കയറണം എന്ന് തീരുമാനിക്കണം. ബാക്കി കുറെ സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ടല്ലോ. അതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് സ്റ്റാഫ് വേണം, അതിനനുസരിച്ചുള്ള മെഷീനറീസ് വേണം, മെറ്റീരിയൽസ് വേണം അല്ലെ. അത് കുറെ ഘടകങ്ങൾ അടങ്ങിയിട്ടാണ്. അതൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ സംഘടിപ്പിച്ചാൽ മാത്രമേ ആ ഒരു സർവീസ് നമുക്ക് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവയെല്ലാം സംഘടിപ്പിക്കുക, അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി, എന്താണ് അവരുടെ ലക്ഷ്യം, ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്നതിനായിട്ട് അതിന്റെ വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? റിസോഴ്സുകൾ എന്ന് പറയുന്നത് സ്റ്റാഫുകളാവാം, മെഷീൻസ്, മെറ്റീരിയൽസ് അല്ലെ, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം. അവയെല്ലാം എന്ത് ചെയ്യുക? അനുവദിക്കുക അല്ലെ, അനുവദിക്കുക. ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവ അനുവദിക്കുകയും ഇവ എല്ലാ കാര്യങ്ങളും നന്നായി ഏകോപിപ്പിക്കുകയും ചെയ്യുകയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. ഇനി ആ ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള കാര്യങ്ങളാവാം, ഒരു പൊസിഷൻസിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഘടനയാവാം. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
അല്ലെ? എപ്പോഴും നമ്മൾ ആ ഒരു ഓർഗനൈസിങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിലായിരിക്കാം ആ ഒരു ഓർഗനൈസിങ് ആവശ്യമായി വരാം, അല്ലെങ്കിൽ ഒരു പൊസിഷൻസിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഓർഗനൈസിങ് നമുക്ക് ആവശ്യമായി വരാം, ഡിപ്പാർട്ട്മെന്റുകൾ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഓർഗനൈസിങ് ആവശ്യമായി വരാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ആവശ്യമായി വരാം. ക്ലിയർ ആണോ? ഓർഗനൈസിങ് മനസ്സിലായോ? അതെന്താണ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫിംഗ്. നമുക്കറിയാവുന്ന കാര്യമാണ് സ്റ്റാഫിംഗ് അല്ലെ? നിയമനം അല്ലെങ്കിൽ നിയമിക്കുക എന്ന് പറയും അല്ലെ? ജീവനക്കാരെ നിയമിക്കുക. ഓക്കെ, സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻസ് or experience and recruiting them to fill a job position or role. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു ജോലി, ഒരു വേക്കൻസി വന്നു, ഏതെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ, ആ ജോബുമായി ബന്ധപ്പെട്ട ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു റോളില് വേക്കൻസി വന്നാൽ അവിടെ അത് നികത്തണം അല്ലെ? ആ ഒരു വേക്കൻസി നികത്തണം, ഫില്ല് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള യോഗ്യതയുള്ളവരായിരിക്കണം, അതുപോലെ അനുയോജ്യരായിരിക്കും, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ളവരായിട്ടുള്ള ശരിയായ തൊഴിലാളികളെ കണ്ടെത്തി അവിടെ നിയമിക്കുക എന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും ഏത് പൊസിഷൻ ആണോ വേക്കന്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് റോളിലേക്കാണോ നമ്മൾ ആളുകളെ നിയമിക്കേണ്ടത്, ആ ആളുകളുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർ നല്ല യോഗ്യതയുള്ളവരാണോ, അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെ, അനുഭവ പരിചയമുള്ളവരാണോ, അങ്ങനെയുള്ളവരെ ശരിയായ അങ്ങനെയുള്ള തൊഴിലാളികളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? Directing is a process in which the managers direct, guide and oversee the performance of the workers to attain goals already determined. ഇതിനകം നിർണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് അല്ലെ? ഇതിനകം നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, നമുക്ക് അത് പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. ഒരു സർവീസ് നടപ്പിലാക്കുക എന്നാണെങ്കിൽ അതാണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ഇതിനകം നിർണയിച്ചിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് എങ്ങനെയായിരിക്കണം? നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യണം അല്ലെ? എന്നാലല്ലേ നല്ല രീതിയിൽ ആ ഒരു സർവീസ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നല്ല രീതിയിൽ ആ വർക്കേഴ്സ് പെർഫോം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി അവിടുത്തെ മാനേജേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം അല്ലെ? മാർഗനിർദ്ദേശങ്ങൾ നൽകണം, അവരെ മുന്നോട്ട് നയിക്കണം, അതുപോലെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുകയും വേണം. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് directing എന്ന് പറയുന്നത്. Directing is a process in which the managers direct, guide and oversee the performance of the workers to attain goals already determined. ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വർക്കേഴ്സിന്റെ പെർഫോമൻസ് നന്നാക്കണം അല്ലെ? ആ വർക്കേഴ്സ് നന്നായി പെർഫോം ചെയ്യാനായിട്ട് അവിടെയുള്ള മാനേജേഴ്സ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കണം, അതുപോലെ നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകണം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുകയും വേണം. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. Then directing should be the heart of the management process. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Directing should be the heart of the management process. മാനേജ്മെന്റ് പ്രോസസ്സില് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയമാണ്. എന്താണ് ഹൃദയമാണെന്ന് എഴുതിയാണ്? മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഹൃദയമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. Directing should be the heart of the management process. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോർഡിനേറ്റിംഗ്. ഇവിടെ CO എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് വേർഡും നമ്മൾ ആ ഒരു കോർഡിനേറ്റിങ്ങിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. കോർഡിനേറ്റിംഗ്. Coordination is the unification, integration, synchronization of the efforts of group members so as to give unity of action in the pursuit of common goals. ഇനി എന്താണ് ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം അല്ലെ? ഏകോപിപ്പിക്കുക. ഇവിടെ ആരുടെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലെ? നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്.
അവരുടെ ബെറ്റർ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് എങ്ങനെയായിരിക്കണം, അവരുടെ ആ ഒരു ഏകീപിക്കുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ യൂണിഫിക്കേഷൻ അല്ലെ, അവരുടേതായ ഏകീകരണം, then എന്താണ് ഇന്റഗ്രേഷൻ, സംയോജനം, സിങ്ക്രണൈസേഷൻ, എന്താ സമന്വയം. അപ്പൊ അവരെപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് നന്നായി എഫേർട്ടിൽ നല്ല രീതിയിലുള്ള ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ, ആ ഒരു റിസൾട്ട് നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ അവര് നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം. അതിന് അവരുടേതായ ഏകോപനം വേണം, അവിടെ സമന്വയം വേണം, സംയോജനം വേണം. ഇവയെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവര് നന്നായി പെർഫോം ചെയ്ത് ഒരു ഐക്യത്തോടു കൂടി, അതാണ് യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ, ഐക്യത്തോടു കൂടി അവര് പ്രവർത്തിക്കുന്നത് വഴി നമുക്ക് ആ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ലക്ഷ്യം, പൊതുവായി നമ്മുടെ ആ ഒരു ലക്ഷ്യം പിന്തുടരാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഒരു കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഏകോപിപ്പിക്കുക. ഇത്രയും നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? നമുക്കൊരു പൊതുവായ ലക്ഷ്യം നേടണം അല്ലെ, നമ്മൾ എന്താണോ ലക്ഷ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരും നല്ലതായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അവർ എഫേർട്ട് എടുത്താലേ നമുക്ക് അതൊരു റിസൾട്ട്, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? അവരുടെ ആ ഉള്ളിൽ നല്ല രീതിയിൽ അവരെല്ലാരെയും ഏകോപിപ്പിച്ചുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ട്, നന്നായി സമന്വയിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക? നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താണ് ഒരു കോർഡിനേഷനിൽ പ്രവർത്തിച്ച് നല്ലൊരു പ്രവർത്തനം, ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ ആ പൊതുവായ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? കോർഡിനേഷൻ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? നോക്കിയേ, റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം whereby relevant needed information is furnished to management with the help of reports continuously. അതായത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഔപചാരിക സംവിധാനമാണ്. ഇനി ഇവിടെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തേക്ക് നിരന്തരം അല്ലെങ്കിൽ തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ നൽകുന്നതിലൂടെ നമുക്ക് ആവശ്യമായി വരുന്ന ഇൻഫർമേഷൻസ് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിലൂടെയാണ് ഈ മാനേജ്മെന്റിന് അവിടുത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാകുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം റിപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ട് കൊടുക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. തുടർച്ചയായിട്ട്, അതായത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്ന, തുടർച്ചയായിട്ട് നമ്മൾ ആവശ്യമായ ഇൻഫർമേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ റിപ്പോർട്ട് ഈസ് ദ എസെൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്തുടരുക, നമ്മുടെ ആ ഒരു കോമൺ ഗോള് അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യം പിന്തുടരാൻ വേണ്ടിയിട്ട് ഈ ആളുകളെല്ലാം നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. നോക്കിയപ്പോ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ എന്താ? റിപ്പോർട്ട് ഈസ് ദ എസെൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും എസെൻസ് അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് റിപ്പോർട്ടുകളാണ്. സോ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. നമ്മുടെ ആ ഒരു പെർഫോമൻസ്, അതായത് ഇപ്പൊ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന്. ആ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് നടക്കുന്നുണ്ടോ, നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ റിപ്പോർട്ടുകൾ സഹായിക്കുന്നു. അപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, തുടർച്ചയായി നമ്മൾ റിപ്പോർട്ടുകൾ മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. റിപ്പോർട്ടുകളിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, അതായത് ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും, ആവശ്യമായ എല്ലാ ഇൻഫർമേഷൻസും അടങ്ങിയ റിപ്പോർട്ടുകളാണ് നമ്മൾ തുടർച്ചയായി മാനേജ്മെന്റിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും പ്രധാന സത്ത് എന്ന് പറയുന്നത്, എസൻസ് എന്ന് പറയുന്നത് റിപ്പോർട്ടുകളാണ്. ഈ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിലൂടെയും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നല്ല രീതിയിൽ അവിടെ പെർഫോമൻസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വരും ഒന്നുകൂടി പറയണോ? റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് മാത്രമാണോ നവ്യ? റിപ്പോർട്ടിംഗ് മാത്രമാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? യെസ്, ഓക്കെ. റിപ്പോർട്ടിംഗ് എന്നോട് ശ്രദ്ധിക്കുക കേട്ടോ. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു
ഔപചാരിക സംവിധാനമാണ്. അതായത് മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ്, അത് മാനേജ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റിലേക്ക് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പൊ നമ്മളൊരു സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നടപ്പിലാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആ ഹോസ്പിറ്റൽ ലക്ഷ്യം അതാണെങ്കിൽ, ആ ഒരു പൊതുവായ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നന്നായിട്ട് പെർഫോം ചെയ്യണ്ടേ. അപ്പൊ ആ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ റിപ്പോർട്ടുകളാക്കി തുടർച്ചയായ റിപ്പോർട്ടുകളിലൂടെയാണ് മാനേജ്മെന്റിലേക്ക് എത്തിക്കുന്നത്. അവരത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന എന്താ, അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഈ റിപ്പോർട്ടുകളിലൂടെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മാനേജ്മെന്റ് ഓഫ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും പ്രധാന സത്ത് അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് റിപ്പോർട്ടുകളാണ്. ഈ മാനേജ്മെന്റിലോട് നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, ആവശ്യമായ ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു ഔപചാരിക സംവിധാനം റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അത് നല്ല രീതിയിൽ അത് പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ ഓരോ ജീവനക്കാരും എന്നൊക്കെ മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ബഡ്ജറ്റിംഗ്. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് നോക്കിയേ. ബഡ്ജറ്റിംഗ് ഈസ് ദ process of designing a plan to spend money. എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? is the process of designing a plan to spend money. എന്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പണം ചിലവാക്കുന്നതിന്, അല്ലെ, സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ ഡിസൈനിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര പണം നമ്മൾ ചിലവാക്കുന്നു, അതിനുള്ള ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ തയ്യാറാക്കിയ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ക്ലിയർ ആണോ? അത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ, ആ ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കാൻ പോകുമല്ലോ, ഈ ഒരു പ്ലാൻ തയ്യാറാക്കുമല്ലോ, എത്ര രൂപ നമ്മൾ ചെലവഴിക്കണം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ, ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി എത്ര രൂപ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം, അല്ലെ, വാങ്ങാൻ വേണ്ടിട്ട് എത്ര രൂപ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി, അല്ലെങ്കിൽ സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കിയല്ലേ നമ്മൾ പോകുന്നത്. ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നേ, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ തയ്യാറാക്കിയ പ്ലാൻ ഉണ്ടല്ലോ, സ്പെൻഡിങ് പ്ലാൻ, അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ക്ലിയർ ആണോ? ഇത് രണ്ടോ, ബഡ്ജറ്റിങ്ങും ബഡ്ജറ്റും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടതായിട്ടുള്ള പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ തയ്യാറാക്കിയ സ്പെൻഡിങ് പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ഓക്കെ, then എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? മേക്കിംഗ് ദിസ് സ്പെൻഡിങ് പ്ലാൻ allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളതോ ആയിട്ടുള്ള ഏത് കാര്യങ്ങളോ ആവാം, അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റുകൾ വഴി സഹായിക്കുന്നുണ്ട്, അല്ലെ. നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി നമ്മൾ ഇന്നൊരു കാര്യം നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളവിടെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പൊ ഷോപ്പിങ്ങിന് പോയി നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി ഒരു 2000 രൂപയോ 1000 രൂപയൊക്കെ ബഡ്ജറ്റ് വെച്ചാൽ നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിലുള്ള തുക ഇത്രയുമാണ്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ സാധനങ്ങൾ എടുത്താൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തുക നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ. നമ്മൾ അതിൽ കൂടുതൽ തുക എടുത്താൽ ആ ബഡ്ജറ്റിലുപരി കൂടുതൽ തുക നമ്മൾ ചെലവാക്കേണ്ടതായിട്ട് വരും, അല്ലെ, എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരില്ലേ, ഈ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ
എത്ര രൂപ, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതോ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മുടെ കയ്യിൽ അതിനു വേണ്ടി ചിലവാക്കാനായിട്ട് വേണ്ടത്ര തുക ഉണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കുന്നത് വഴി മനസ്സിലാകും. ആൻഡ് ബഡ്ജറ്റിംഗ് ഈസ് നിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. നമ്മുടെ വരുമാനം അല്ലെ, നമ്മുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ചിലവ് വരേണ്ടത് അല്ലെ. നമ്മുടെ ഇൻകം എത്രയാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവുകൾ വരേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മുടെ ആ ഒരു ഇൻകത്തെയും ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ വരുമാനത്തെയും ചിലവിനെയും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. എന്താണ് പ്രക്രിയ? സ്പെൻഡിങ് മണി, എത്ര രൂപ നമ്മൾ ചിലവാക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റിംഗ്. ഇനി തയ്യാറാക്കിയ സ്പെൻഡിങ് പ്ലാനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത് മൂലം നമുക്ക് ആവശ്യമായിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ വേണ്ട പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ചിലവഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് വഴി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം, വരുമാനവും നമ്മുടെ ചിലവാകുന്ന എക്സ്പെൻസും അല്ലെ ചിലവും ഇവ തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് റോളില് 3 അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ റോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചുമതലകൾ എന്തൊക്കെ വരാം അവർക്ക്. നോക്കിയേ, ഇന്റർപേഴ്സണൽ റോൾസ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള റോള് എന്തൊക്കെയായിരിക്കും? ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞ ആരാ? ഫിഗർ ഹെഡ് തലവൻ അല്ലെ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഫിഗർ ഹെഡ് അല്ലെങ്കിൽ തലവനായി ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ആർക്ക്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയൊക്കെ തലവനായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ. ദെൻ ലീഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവായിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെയോ ഒക്കെ നേതാവായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ലേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ലൊരു ബന്ധം പുലർത്തുന്നവൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നവൻ. ആ ഒരു നിലയിലും ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ചിലപ്പോ നിലനിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ക്ലിയർ ആണോ അത്? സെക്കൻഡ് വൺ ആണ് ഇൻഫർമേഷൻ റോൾസ്. ഇൻഫർമേഷൻസ് പകർന്നു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള റോളുകൾ എന്തൊക്കെയാണ്? നോക്കി, മോണിറ്റർ ചെയ്യുക. എന്താണ് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിരീക്ഷിക്കുക അല്ലെ. ഹോസ്പിറ്റലിലെ ഓരോ വിഭാഗവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, എല്ലാ ആക്ടിവിറ്റീസും നന്നായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിലനിൽക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിലോ ഡിസെമിനേറ്റർ. ആരാണ് ഡിസെമിനേറ്റർ? പ്രചാരകൻ എന്നുള്ളൊരു അർത്ഥമാണ്. ഇവിടെ ഡിസെമിനേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രചാരകൻ അല്ലെങ്കിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്തായിരിക്കും? മറ്റുള്ളവരോട്, മറ്റുള്ള ആളുകളുണ്ടല്ലോ, അവിടുത്തെ മറ്റു ജീവനക്കാരോട് നല്ലൊരു ഡിസെമിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മളൊരു ടീച്ചറാണ്. ഇപ്പൊ നമ്മളൊരു ടീച്ചർ എന്ന് പറയുന്നത് എന്തിന്റെ ഡിസെമിനേറ്റർ, അല്ലെങ്കിൽ എന്താണ് അവർ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ നമുക്ക് പകർന്നു നൽകുന്നത്? എന്താണ് നമുക്ക് പകർന്നു നൽകുന്നത് ടീച്ചേഴ്സ്? എന്താ നമുക്ക് നോളജ്. വെരി ഗുഡ്, നോളജ് അല്ലെങ്കിൽ അറിവാണ് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നോളജിന്റെ ഡിസെമിനേറ്റർ ആണ്, അല്ലെങ്കിൽ പ്രവാചകനാണ്, പ്രചരിപ്പിക്കുന്നവരാണ് അല്ലെ. അറിവാണ് അവർ തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തായിരിക്കും ആളുകൾക്ക്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്? ഓരോ ഐഡിയാസ്, ഇൻഫർമേഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, നോളജ്, ഇൻഫർമേഷൻസ്, ഐഡിയാസ് മുതലായവയെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവർ അല്ലെങ്കിൽ പ്രചാരകൻ. ആ ഒരു നിലയിലും
ആര് നിൽക്കേണ്ടതായിട്ട് വരാം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നിൽക്കേണ്ടതായിട്ട് വരാം. Then സ്പോക്സ് പേഴ്സൺ, ആരാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? വക്താവ്. അപ്പൊ അവരെന്തായിരിക്കും ചെയ്യുക? സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ് എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് റെപ്രസെന്റേറ്റീവ്. ആരാണ് റെപ്രസെന്റേറ്റീവ്? പ്രതിനിധി അല്ലെ? ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെയോ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആര് നിൽക്കേണ്ടതായിട്ട് വരാം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നിൽക്കേണ്ടതായിട്ട് വരാം. അതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഡിസിഷണൽ റോൾസ്, തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട റോളുകൾ എന്തൊക്കെയാണ്? എന്റർപ്രണർ. ആരാണ് എന്റർപ്രണർ? ആരാണ്? സംരംഭകൻ അല്ലെ? ആ ഒരു സംരംഭകൻ എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. Then ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ആരാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞാൽ? ആ ഹോസ്പിറ്റലില് പെട്ടെന്ന് ആ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ എന്തെങ്കിലും പ്രോബ്ലംസോ വന്നു കഴിഞ്ഞാൽ അതിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരാളാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ആ ഒരു നിലയിലും ചിലപ്പോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിലനിൽക്കേണ്ടതായിട്ട് വരാം. റിസോഴ്സ് അലോക്കേറ്റർ. എന്താണ് റിസോഴ്സുകള്? വിഭവങ്ങൾ അനുവദിക്കുന്ന വ്യക്തി അല്ലെ? ഇപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വന്നാൽ അവരെ അനുവദിക്കുക. മെഷീൻസോ എക്യുപ്മെന്റ്സോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായി വന്നാൽ അതെല്ലാം അനുവദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. നെഗോഷിയേറ്റർ. ആരാണ് ഒരു നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞ? നെഗോഷിയേറ്റർ ആരാ? പഠിച്ചില്ലേ നിങ്ങള്? നെഗോഷിയേറ്റർ ആരാണ്? ഒരു നെഗോഷിയേറ്റർ ചർച്ച ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായി നിൽക്കുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിന്ന് ചർച്ചകൾ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി അല്ലെ? ആ ഒരു റോളിലും ആര് നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോളുകളില് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്റർപേഴ്സണൽ റോൾസിൽ എന്ത് വരാം? ഫിഗർ ഹെഡ് അല്ലെങ്കിൽ തലവനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. ലീഡർ അല്ലെങ്കിൽ നേതാവായി നിൽക്കേണ്ടതായിട്ട് വരാം. ലീസ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിയായി നിൽക്കേണ്ടതായിട്ട് വരാം. ഇൻഫർമേഷൻ റോൾസിൽ വരുമ്പോൾ നിരീക്ഷകൻ അല്ലെ? നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. ഡിസമിനേറ്റർ അല്ലെങ്കിൽ പ്രചാരകനായി നിൽക്കേണ്ടതായിട്ട് വരാം. സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് പ്രതിനിധിയായിട്ടും നിൽക്കേണ്ടതായിട്ട് വരാം. ഡിസിഷണൽ റോൾസ് വരുമ്പോൾ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തികൾ അല്ലെ? അതുമായി ബന്ധപ്പെട്ട് സംരംഭകൻ എന്റർപ്രണർ എന്ന് പറയുന്ന ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതായിട്ട് വരാം. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെങ്കിൽ എന്താണ്? പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ പ്രോബ്ലംസോ ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയായി നിൽക്കേണ്ടതായിട്ട് വരാം. അതുപോലെ വിഭവങ്ങൾ അനുവദിക്കുന്ന വ്യക്തിയായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. ആ നെഗോഷിയേറ്റർ ചർച്ച ചെയ്യുന്ന ആളല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിലും നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്. ക്ലിയർ ആണോ അത്? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്കിൽസ് നീഡഡ്. എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ടത്? ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ടെക്നിക്കൽ സ്കിൽസ്. എന്തൊക്കെയായിരിക്കും ടെക്നിക്കൽ സ്കിൽസിൽ വരുന്നത്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക മേഖലയിൽ അറിവും അതുപോലെ തന്നെ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ ഏത് പ്രത്യേക മേഖലയാണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പ്രത്യേക മേഖലയിൽ അറിവും അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പ്രാവീണ്യവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഹ്യൂമൻ സ്കിൽസ് ആണ്. ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായി നന്നായി സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. മൂന്നാമതായി പറയുന്നത് കോൺസെപ്ച്വൽ സ്കിൽസ്. എന്താ കോൺസെപ്ച്വൽ സ്കിൽസ്? സാമാന്യ ബോധം അല്ലെ? ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റിസ് അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് which concerns the organization. ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലക്സ് അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലെ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള സിറ്റുവേഷൻസ്, അങ്ങനെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്
സിറ്റുവേഷൻസ് വന്നാല് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാനും ജസ്റ്റ് ചെയ്യുന്ന വളരെ ഇന്റൻസീവ് ആയിട്ട് തീവ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ എന്താണ് പരിഹാരങ്ങൾ കണ്ടെത്താനും ആർക്ക് കഴിയണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് കഴിവുണ്ടായിരിക്കണം. അതാണ് കോൺസെപ്ച്വൽ സ്കിൽസ് പറയുന്നത്. 3 സ്കിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ടെക്നിക്കൽ സ്കിൽ ആവുമ്പോൾ ആ ഒരു പ്രത്യേക മേഖലയില് അറിവും പ്രാവീണ്യവും ഉള്ളവരായിരിക്കണം. ഹ്യൂമൻ സ്കിൽ ആവുമ്പോൾ മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായി കോൺസെപ്ച്വൽ സ്കിൽസിൽ പറയുന്ന അവിടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന നിഗൂഢമായിട്ടുള്ളതോ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിനെ നന്നായി ഹാൻഡിൽ ചെയ്ത് അതെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് നന്നായി ഇന്റൻസീവ് ആയിട്ട് തീവ്രമായി ചിന്തിച്ച് അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു കഴിവ് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. ഇത് 3ഉമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ട മെയിൻ ആയിട്ടുള്ള സ്കില്ലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് all about running the department in a smooth manner. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടത്തുക എന്നുള്ളതാണ് അല്ലെ. Then although some roles may involve direct patient care, ചില സമയങ്ങളിൽ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നേരിട്ട് രോഗി പരിചരണത്തിൽ ഉൾപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ പല ഹോസ്പിറ്റലും many hospital administrators maintain little to non-patient contact. ചില ഹോസ്പിറ്റലിലാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പേഷ്യൻസുമായി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് രോഗി പരിചരണത്തിൽ ഏർപ്പെടുന്നതായിട്ട് വരാറുണ്ട്. എന്നാൽ പല ഹോസ്പിറ്റലുകളിലും എന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചെറിയൊരു പേഷ്യൻസുമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ ചിലപ്പോ യാതൊരു കോണ്ടാക്റ്റുകളും വരുന്നതായിട്ടുള്ളൊരു ആവശ്യങ്ങളും വരാറില്ല. Then they may have a variety of responsibilities. ഒക്കെ പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ലൈക്ക് മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, ഡിപ്പാർട്ട്മെന്റുകളുടേതായ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടേതായ ആവശ്യകതകൾ എന്താണെന്നുള്ളത് ഉറപ്പുവരുത്തുക. Then regulatory needs, ഹോസ്പിറ്റലും അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള ക്വാളിറ്റിയുള്ള ജീവനക്കാരെ നിയമിക്കുക. ഇതെല്ലാം ആരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റികളിൽ വരുന്നതാണ്. Then these professionals can find work in a variety of healthcare organizations. ഈ പ്രൊഫഷണൽസുകൾക്ക് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പല ആരോഗ്യ സംഘടനകളിലും ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും. വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികള്. ഹോസ്പിറ്റലുകള്, ക്ലിനിക്കുകള്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികള് മുതലായ ഇടങ്ങളിൽ ഈ പ്രൊഫഷണൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ജോലി കണ്ടെത്താൻ സാധിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാർക്ക് നേരിട്ട് രോഗി പരിചരണത്തിൽ ഉൾപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ മിക്ക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ചെറിയ രീതിയിൽ ഒട്ടും തന്നെ പേഷ്യൻസുമായിട്ട് എന്താണ് ഒരു കോണ്ടാക്ട് ഉണ്ടാവാറുമില്ല. ഇതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി അതിൽ പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ളത്. ഇതിൽ ഒന്നാമതായി പറഞ്ഞ ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. And hiring high quality staff
സ്റ്റാഫുകള്, നല്ല ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ ജീവനക്കാരെ ഹയറിംഗ് ഫോം എന്താ നിയമിക്കുക. Then these professionals can find work. ഇവർക്ക് എവിടെയൊക്കെ പല ആരോഗ്യ സംഘടനകളിൽ ജോലികൾ കണ്ടെത്താനായിട്ട് ഈ പ്രൊഫഷണൽസിന് സാധിക്കും. അത് ഹോസ്പിറ്റലിലാവാം, ക്ലിനിക്സ്, കോർപ്പറേഷൻ, ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ ഇവർക്ക് ജോലികൾ കണ്ടെത്താനായിട്ട് സാധിക്കും. Then ഇനി വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഈ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് അല്ലെ. ഇനി വരുന്നതും അതൊക്കെ തന്നെയാണ്. ഒരു സെന്റൻസ് വൈസ് ആയിട്ടൊക്കെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കോർഡിനേറ്റ് all departments within a healthcare facility to make sure that they function as a whole. Hospital administrators എന്ന് പറയുന്നത് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിപാലന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ശരിയായി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുകയും ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായി മുന്നോട്ട് പോകുന്നുണ്ടോ, നന്നായി എല്ലാ പ്രവർത്തനങ്ങളും പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ തന്നെ ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, അതിന് സഹായിക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. Then their provisions is needed to execute plan, organize, direct and monitor the outcomes of medical and health services. ഇനി എന്താണ് ആ ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ ഇവരുടെ കഴിവ് എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണം? ആ ഒരു മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, ആരോഗ്യ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരമായുള്ള സേവനങ്ങള് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ ഒരു സേവനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലാനുകൾ നടപ്പിലാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, മോണിറ്റർ ചെയ്യുക, അതിന്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഫലത്തെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. ഇതെല്ലാം ആരുടെ കഴിവിനായിരിക്കും? ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കഴിവിൽ വരുന്നതാണ്. ഇതിനെല്ലാം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. Proficiency is needed to execute, plan, organize, direct and monitor the outcomes of medical and health services. വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരവുമായിട്ടുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്ലാനുകൾ നടപ്പിലാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ അതിന്റെ ആ ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ അല്ലെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ഇതിനെല്ലാം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. Then the role of a hospital administrator differs from one institution to the next. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോലി അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ഇവരുടെ റോൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് വരുന്നത്, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ അവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇനി അവരിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് മോസ്റ്റ് ഓഫൺ ഇൻക്ലൂഡ്, പ്രധാനപ്പെട്ട കുറച്ച് ചുമതലകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല കുറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിനനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നോക്കട്ടെ. Serving as contact among governing boards,
മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്താണ് ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതി അല്ലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായി പെട്ട് അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും തലവൻ ഉണ്ടാവുമല്ലോ ഹെഡ് ഉണ്ടാവുമല്ലോ അവരും ഒക്കെ ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തേണ്ടത് ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. സെർവിംഗ് ആസ് contact among governing boards, medical staff and department heads. ഡിപ്പാർട്ട്മെന്റിലെ തലവൻ അല്ലെങ്കിൽ ഹെഡുമായിട്ട് മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഗവേണിംഗ് ബോർഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭരണസമിതിയുമായിട്ടൊക്കെ നല്ലൊരു സമ്പർക്കം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുലർത്തിയിരിക്കണം. രണ്ടാമതായി പറയുന്നത് റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നഴ്സിന്റെയോ ഡോക്ടറിന്റെയോ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയോ ഒരു ജോലി വേക്കൻസി വന്നു, ഒരു ജോബ് പൊസിഷൻ ഫിൽ ആവാനായിട്ട് അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ട് വന്നു. അവിടേക്ക് പുതിയതായിട്ട് യോഗ്യരായ ആളുകളെ റിക്രൂട്ട് ചെയ്യലും സെലക്ട് ചെയ്യേണ്ടതും ഹയറിംഗ് നിയമിക്കേണ്ടതും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യലും വിലയിരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. മൂന്നാമതായി പറയുന്നത് ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling and coordinating services as directed by the hospital board. Hospital board നിർദ്ദേശപ്രകാരമുള്ള സേവനങ്ങൾ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, ഡയറക്റ്റിംഗ് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക, നിയന്ത്രണങ്ങൾ ചെയ്യുക, ആൻഡ് കോർഡിനേറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കണം. Then next നോക്കി supervising the creation and implementation of programs and policies for patient service, quality assurance, public relations outreach and departmental activities. ഇനി എന്താണ് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നല്ലൊരു പേഷ്യന്റ് സർവീസുകൾ പേഷ്യൻസിന് നല്ല സർവീസുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ആൻഡ് പബ്ലിക് റിലേഷൻസ് ഔട്ട്റീച്ച് പബ്ലിക്കുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോളിസികൾ നയങ്ങളും പ്രോഗ്രാമുകളും ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യുക നടപ്പിലാക്കേണ്ടതും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ലാസ്റ്റ് നോക്കി അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. ഹോസ്പിറ്റലിലെ റിസർച്ച് വിഭാഗം അത് ശാസ്ത്രീയപരമായിട്ടുള്ള റിസർച്ചുകളാവാം, ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ നമ്മുടെ ഡിസീസ് ഡിസബിലിറ്റി ഡെത്ത് ഒക്കെ ആളുകളുടെ ഡിസീസ് ഡിസബിലിറ്റി ഡെത്തുകളൊക്കെ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയുള്ള റിസർച്ച് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിവെന്റീവ് മെഡിസിൻ. അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എക്സ്പാൻഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിസികളും സർവീസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഡിസീസ് ഡെത്ത് ഡിസബിലിറ്റി ഒക്കെ തടയുന്നതിന് വേണ്ടി ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള എക്സ്പാൻഡ് അല്ലെങ്കിൽ വിപുലീകരിച്ചിട്ടുള്ള അഡ്വാൻസിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതും നടപ്പിലാക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ചുമതലയാണ്. ഒന്നുകൂടി നോക്കാട്ടോ. ഭാഗം വേഗം നമുക്ക് പറഞ്ഞു പോവാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? അവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആയാലും ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുകളിലെയും നന്നായി ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അവരുടെ പ്രധാന കഴിവ് എന്ന് പറയുന്നത് എന്താ? ഒരു മെഡിക്കൽ ആൻഡ് ഹെൽത്ത്
കെയർ സർവീസുകൾ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ നടപ്പിലാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുക, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോൾ അതിന്റെ ഫലങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യുക. ഇതിനെല്ലാം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു ഹോസ്പിറ്റൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലോട്ട് എത്തുമ്പോൾ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ചുമതലകൾ അല്ലെങ്കിൽ റോളുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ടവയാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് വൺ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതിയുമായി മെഡിക്കൽ സ്റ്റാഫുകളോടും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹെഡ് അല്ലെങ്കിൽ തലവന്മാരോടും നല്ലൊരു സമ്പർക്കം പുലർത്തുന്നവരായിരിക്കണം. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇപ്പൊ നേഴ്സ് ആവാം, ഹോസ്പിറ്റലിലെ നേഴ്സ് ആവാം, ഡോക്ടേഴ്സ് ആവാം, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം. അവരെയൊക്കെ പുതിയതായിട്ട് ഒരു പൊസിഷൻ, ജോലിയിലുള്ള ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അല്ലെ? അതാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുക, അവരെ നിയമിക്കുക, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിലയിരുത്തേണ്ടതും അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും നിയന്ത്രണങ്ങൾ നൽകുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന സേവനവുമായി ബന്ധപ്പെട്ടാവാം, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടാവാം, പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടിയാണ്. അത് കൂടാതെ ഇത് നടപ്പിലാക്കിയാലും അത് ബാക്കിയുള്ള എല്ലാ മേൽനോട്ടവും വഹിക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ശാസ്ത്രീയപരമായിട്ടുള്ള ഗവേഷണങ്ങള്, അതായത് പ്രിവെന്റീവ് മെഡിസിൻ ഉൾപ്പെടുന്ന, അതായത് ഡെത്ത്, ഡിസീസ്, ഡിസബിലിറ്റി മുതലായവ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ? അത് അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരു ഭാഗം കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഈ ഒരു കുറച്ചൊരു ചെറിയ ഭാഗം കൂടിയുണ്ട്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Hospital administrators have to stay current on any laws and regulations that will affect the health care of hospital industry. ഇപ്പൊ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ ആ ഒരു വിഭാഗം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെയോ ബാധിക്കുന്നതായിട്ടുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളും, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഏതൊരു സ്ഥാപനവും ആണെങ്കിലും കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കേണ്ടത്, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടും ഇതുപോലെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, എന്താണ്? വൈദ്യശാസ്ത്രപരവും സാങ്കേതികപരവുമായ പുരോഗതിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അത് കൃത്യമായിട്ട് എന്താണ് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. കറണ്ട് ഓൺ നിലവിലുള്ള നിയമങ്ങള് നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നതായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രപരവും സാങ്കേതികപരവുമായിട്ടുള്ള പുരോഗതിയെ ബാധിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടെന്നും കൃത്യമായിട്ട് അത് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
Then as a business leader, ഒരു ബിസിനസിന്റെ ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നമ്മൾ ജസ്റ്റ് അതൊന്ന് വെറുതെ വായിച്ചു വിടാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം ട്ടോ. ലോങ് ടേം പ്ലാനിംഗ്, ഒരു ദീർഘകാല ആസൂത്രണം വേണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവുകൾ, ലക്ഷ്യങ്ങൾ തയ്യാറാക്കണം, ബഡ്ജറ്റുകൾ തയ്യാറാക്കണം. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസ് ആളുകളിലേക്ക് സേവനങ്ങൾ എത്തിക്കുമ്പോൾ അതൊരു ചിട്ടയായ രീതിയിലായിരിക്കണം. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഹോസ്പിറ്റൽ പോളിസികളിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതെല്ലാം ആണ് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയ ആ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കി പറയാം ട്ടോ. ഇത്രയും എടുത്ത കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഏത് ലാസ്റ്റ് സെന്റൻസ് ആണ് അഞ്ജു? ഇപ്പൊ പറഞ്ഞതാണോ? അതായത് ഒരു ബിസിനസ് ലീഡർ, ഇപ്പൊ നമ്മളാണ് ആ ഒരു സ്ഥാപനം നമ്മളാണ് നടത്തുന്നത്, ആ ഒരു ബിസിനസിന്റെ നേതാവ് നമ്മളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും? അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പരമായ സ്ഥാപനത്തിന്റെ ഒരു ലീഡർ അല്ലെങ്കിൽ നേതാവായിട്ട് നിലനിൽക്കുമ്പോ, ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്താണ് നമ്പി ചോദിക്കുന്നേ? ക്ലിയർ ആയില്ലല്ലോ. ഏതിന്റെ മീനിങ് ആ ചോദിക്കുന്നേ? ഏത് തേർഡ് പോയിന്റോ? ഓർഗനൈസിംഗ് ഡയറക്റ്റിംഗ് പറയുന്ന പോയിന്റ് ആണോ? മുകളിലുള്ള പോയിന്റോ? അതിൽ ആ വേർഡ് എവിടെയാ വരുന്നത്? സ്കിൽസ് നീഡഡിലാണോ? ഓ, കോൺസെപ്ച്വൽ സ്കിൽസ് ആണോ ചോദിച്ചേ? കോൺസെപ്ച്വൽ സ്കിൽസ് ആണോ? അതാണോ ക്ലിയർ ആവേണ്ടത്? ഓക്കെ, കോൺസെപ്ച്വൽ സ്കിൽസിൽ എന്താ പറഞ്ഞത്? ഒരു സാമാന്യ ബോധം വേണമെന്ന്. അതെന്തിനു വേണ്ടിയാ? ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റിഫൈ അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിച്ച് കൺസേൺസ് ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനം അല്ലെ, സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെ, ആ ഒരു സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കോംപ്ലക്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിലോ, ഒരു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിഗൂഢമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വളരെ തീവ്രമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. തീവ്രമായി ചിന്തിച്ച് അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെ, ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ? ഡൗട്ട്സ് ഉണ്ടോ വേറെ എന്തെങ്കിലും? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, ഇന്ന് ഇരുന്ന് വായിക്കണം കേട്ടോ. 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ചിലപ്പോ നമുക്കിപ്പോ കുറച്ച് ദിവസമൊക്കെ ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് കിട്ടുന്നുള്ളൂ. ആ ഒരു 2 ദിവസം നിങ്ങൾ അടുപ്പിച്ചായതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ കാര്യം പിറ്റേ ദിവസം ഓർക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ വായിച്ചില്ല എന്നെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് ഫുള്ളും അതുമായിട്ടൊന്ന് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുള്ളൂ. അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് എപ്പോഴും അന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അത് ചോദിക്കുക കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.